ഹലോ കൂട്ടുകാരെ, ഇൻഡിപെൻഡൻസ് ഡേക്കും റിപ്പബ്ലിക് ഡേക്കൊക്കെ നമ്മുടെ കയ്യിൽ കെട്ടിക്കൊണ്ടുപോകാൻ പറ്റുന്ന അടിപൊളി ട്രൈ കളർ വാച്ച് ഉണ്ടാക്കിയെടുത്താലോ. ഇത് ട്രൈ കളർ ഒരിഗാമി പേപ്പർ വാച്ചാണ് കേട്ടോ. എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കിയെടുക്കാം. 3 കളർ പേപ്പർ ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പം ഞാനിവിടെ 3 കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. 1 സെൻറ്റിമീറ്റർ വിഡ്ത്തും 35 സെൻറ്റിമീറ്റർ ലെങ്ത്തുള്ള പേപ്പേഴ്സാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഗ്രീനും ഓറഞ്ചും നമ്മൾ ചാർട്ട് പേപ്പറും വൈറ്റ് കളർ നമ്മൾ A4 ഷീറ്റുമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഗ്രീൻ കളറിൻ്റെ മേലെ ഓറഞ്ച് കളർ പേപ്പർ എക്സാക്റ്റ് ഒരു 90 ഡിഗ്രിയിൽ നമ്മളിങ്ങനെ പിടിച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി വൈറ്റ് കളർ പേപ്പർ നമ്മൾ ഇതേപോലെ ഫെവിക്കോൾ തേച്ചിട്ട് അതിൻ്റെ ഏറ്റവും സെൻട്രലായിട്ടൊരു ത്രികോണം പോലെ ആക്കിയിട്ട് ഈ ഒരു ഷേപ്പിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ എക്സസ് ആയിട്ട് വരുന്ന അധികം വരുന്ന ഭാഗം നമ്മൾ കത്രിക വെച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. വളരെ എളുപ്പത്തിൽ എല്ലാ കുട്ടികൾക്കും വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വാച്ചാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ സ്ട്രാപ്പ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇത് ഉണങ്ങിയതിന് ശേഷം നമ്മളിങ്ങനെ ഓറഞ്ച് കളർ പേപ്പർ ഒന്നിങ്ങനെ ക്രോസ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഗ്രീൻ കളർ പേപ്പറും ക്രോസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി വൈറ്റ് കളർ പേപ്പർ എടുക്കുന്നിടത്താണ് നമ്മൾ കുറച്ച് ശ്രദ്ധിക്കേണ്ടത്. അതിങ്ങനെ അടിയിലൂടെ എടുത്തിട്ട് ഇങ്ങനെ മുകളിലേക്ക് മടക്കി കൊടുക്കുക. ഈ ഒരു ഭാഗം നമുക്ക് അൺഈവൺ ആയിട്ടാണ് കിട്ടുക കേട്ടോ, ഒരേപോലെ കിട്ടില്ല. കാരണം നമ്മൾ വൈറ്റ് കളർ പേപ്പർ ഇങ്ങനെ എടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഒരേ സ്റ്റെപ്പ് തന്നെ ഫോളോ ചെയ്താൽ നമ്മൾ മുടിയൊക്കെ മെടഞ്ഞിടുന്ന ഒരു മെത്തേഡ് ഉണ്ടല്ലോ, ആ ഒരു മെത്തേഡിൽ നമ്മൾ ഈ പേപ്പറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് ക്രോസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇനി അങ്ങോട്ട് നമ്മുടെ സ്ട്രാപ്പ് നല്ല ഈവൺ ആയിട്ട് തന്നെ കിട്ടും. ഒന്ന് ശ്രദ്ധിച്ചിട്ട് നമ്മളിങ്ങനെ ഒന്നും ചെയ്യാം കേട്ടോ. കാരണം പേപ്പറാണല്ലോ, നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റില്ല. കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ ഇങ്ങനെ ചെയ്താൽ നല്ല വൃത്തിയിൽ കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ മെടഞ്ഞ് കിട്ടുന്ന ആ ഒരു രീതിയിൽ ഇതിങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ നിങ്ങളിലേക്ക് ഇനി എത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ. നമ്മൾ ഒത്തിരി വീഡിയോസ് ഇടുന്നുണ്ട്. വ്യൂസൊക്കെ കുറവാണെങ്കിലും ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്കൊക്കെ ഗ്രോ ചെയ്യാൻ പറ്റുള്ളൂ. ഞങ്ങൾ കൂട്ടുകാരിലേക്കൊക്കെ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് നമ്മളെയും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ. അപ്പോൾ നമ്മളിങ്ങനെ എല്ലാം മെടഞ്ഞെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി ബാക്കി വരുന്ന പോർഷൻ നമുക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഫെവിക്കോൾ വെച്ചിട്ട് നമ്മളവിടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ചെറിയ പിള്ളേർക്ക് വരെ നമ്മുടെ വീഡിയോസ് നോക്കിയിട്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ നോർമലി കെട്ടിപ്പോകുന്ന ഒരു റിബണിനൊക്കെ പകരം നമുക്ക് ഇതേപോലെയുള്ള വാച്ചൊക്കെ ഉണ്ടാക്കിയിട്ട് കെട്ടിപ്പോയാൽ നമ്മളായിരിക്കും നമ്മുടെ ക്ലാസ്സിലൊക്കെ ഒരു താരം. അപ്പോൾ ട്രൈക്കളർ വാച്ചിൻ്റെ സ്ട്രാപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അഡ്ജസ്റ്റബിൾ ആയിട്ട് കെട്ടാനുള്ള ഒരു ലൂപ്പ് അതിനുണ്ടാക്കി കൊടുക്കണം കേട്ടോ. നമ്മൾ ചെറിയൊരു അഡ്ജസ്റ്റബിൾ ലൂപ്പ് ഉണ്ടാവില്ല, അത് നമുക്ക് ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ A4 ഷീറ്റ് എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് അതൊന്ന് മടക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ചെറിയൊരു പോർഷൻ നമ്മൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി അത് ഈ വാച്ചിൻ്റെ അടിയിലൂടെ എടുത്തിട്ട് മേൽഭാഗത്ത് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ ഒരു ഭാഗം മാത്രമാണ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുള്ളൂ. മേൽഭാഗം നമുക്ക് ഇതേപോലെ ഒന്ന് പൊങ്ങി നിൽക്കണം, എന്നാലും നമുക്കത് വാച്ചിൻ്റെ മറ്റേ ഭാഗം അതിൻ്റെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ഭാഗത്ത് മാത്രം ഒട്ടിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ഡയൽ ഉണ്ടാക്കിയെടുക്കണം, വാച്ചിൻ്റെ ഡയൽ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല കട്ടിയുള്ളൊരു പേപ്പർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ 2 വശത്ത് നമ്മൾ A4 ഷീറ്റ് ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഡയലിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഡെക്കറേഷൻ വേണം. നമ്മൾ ഇൻഡിപെൻഡൻസ് ഡേക്കും റിപ്പബ്ലിക് ഡേക്കൊക്കെ കെട്ടിപ്പോകുന്നതല്ല, അപ്പോൾ ആ ഒരു തീം തന്നെ ആയിക്കോട്ടെ, നമുക്ക് ആ ഡയലിനും കൊടുക്കാം. അപ്പോൾ ഞാൻ ഓറഞ്ച് കളറും ഗ്രീൻ കളറും സ്കെച്ച് പെൻസ് എടുത്തിട്ട് ഇതേപോലെ ഒരു ചെറിയൊരു എന്തെങ്കിലും ഒരു അടപ്പോ അല്ലെങ്കിൽ ഇതേപോലെ എന്തെങ്കിലും ഒരു ക്യാപ്പ് എടുത്തിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കാം. ഇനി അതേപോലെ തന്നെ അതിനേക്കാളും ചെറിയൊരു ക്യാപ്പ് എടുത്തിട്ട് ഗ്രീൻ കളറിലും വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ അശോക ചക്രം നമ്മൾ ഇതേപോലെ ബ്ലൂ കളർ സ്കെച്ച് വെച്ചിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കതിൽ ടൈം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇതേപോലെ ബ്ലൂ കളർ വെച്ചിട്ട് തന്നെ ടൈമിന് പകരം നമ്മൾ ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ്. സാധാരണ പല വാച്ചുകളിലും കാണുന്ന പോലെ നമ്മൾ ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഡയലും ഇവിടെ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതെല്ലാം ഒന്ന് അസംബിൾ ചെയ്യണം. അതിനുവേണ്ടി നമുക്കിവിടെ ഈ വാച്ചിൻ്റെ ഒരു സൈഡിലായിട്ടിത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫെവിക്കോൾ തന്നെ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ഡയൽ ഈ സ്ട്രാപ്പിൻ്റെ മേലെ നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ വാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
വളരെ എളുപ്പമല്ലേ ഉണ്ടാക്കാനായിട്ട്. ട്രൈക്കളർ ഒറിഗാമി പേപ്പർ വാച്ച് നമുക്കിനി ഒന്ന് കെട്ടി നോക്കാം കേട്ടോ. കയ്യിലിട്ട് നോക്കാം അപ്പോൾ ഇത് ഭംഗിയുണ്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ആ ലൂപ്പിൻ്റെ ഉള്ളിലൊക്കെ കൂടെ ഇതേപോലെ ഇട്ട് കൊടുത്താൽ നമ്മുടെ കൈവണ്ണത്തിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ക്രാഫ്റ്റ് അല്ല. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇൻഡിപെൻഡൻസ് ഡേക്കും റിപ്പബ്ലിക് ഡേക്കും ഒക്കെ പ്രോഗ്രാംസ് വരുമ്പോൾ ഇതുണ്ടാക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ. ഇത്രയുള്ള നമ്മുടെ വീഡിയോ. താങ്ക്